നമസ്കാരം. ഫുട്ബോൾ പേരിന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗ് ഫുട്ബോൾ, അതുപോലെ തന്നെ ബുണ്ടസ് ലീഗയിലും അതുപോലെ സിരിയയിലും ലലീഗയിലും എല്ലാം ധാരാളം നല്ല മാച്ചുകൾ ഈ വീക്കെൻഡിൽ നടക്കുന്നുണ്ട്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക, പ്രീമിയർ ലീഗിൽ രണ്ട് എക്സൈറ്റിംഗ് ഫിക്സ്റ്റേഴ്സ് ഈ വീക്കിലുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂ കാസിൽ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി നാളെ വൈകിട്ട് നടക്കുന്നുണ്ട്, ശനിയാഴ്ച വൈകിട്ട്. പക്ഷേ നമ്മളാണെങ്കിൽ ഈ വീഡിയോയിൽ കൂടുതലൂടെ ഫോക്കസ് ചെയ്യാൻ നോക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ടോട്ടനാം. അതുപോലെ തന്നെ മറ്റൊരു എക്സൈറ്റിംഗ് മത്സരം നാളെ വെളുപ്പിന് 1:30 ചെൽസി വിൽ ബി ടേക്കിംഗ് ഓൺ ബ്രൈറ്റൺ. അതിനു മുമ്പ് ഒന്ന് രണ്ട് അപ്ഡേറ്റ്സ് പറയാനായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ നോക്കാനായിട്ടാണ് ജൊനാഥൻ താനെ ബാർസലോണ സെക്യൂർഡ് ആയി എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ബയൺ മ്യൂണിക്ക് ലാസ്റ്റ് മൊമെന്റും ആളുടെ മുമ്പിൽ ഒരു പ്രപ്പോസൽ വെച്ചിരുന്നു. പക്ഷേ ജൊനാഥൻ താ ബാർസലോണയിൽ ജോയിൻ ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. മിക്കവാറും വരും ദിവസങ്ങളിൽ തന്നെ ഒരു പ്രീ കോൺട്രാക്ട് കാര്യങ്ങളുടെ കൂടുതൽ റിപ്പോർട്ടുകൾ വരുമെന്നുള്ള രീതി വാർത്തകൾ കേൾക്കുന്നുണ്ട്. പുള്ളി സമ്മറി ബാർസ വരുമെന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെയാണ് കിലിയൻ എംബാപ്പേനെ തിരിച്ച് ഫ്രാൻസ് നാഷണൽ ടീമിലോട്ട് ദിദിയർ ഡിഷംസ് വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ലാസ്റ്റ് ഇന്റർനാഷണൽ ബ്രേക്കിനിടയിൽ കിലിയൻ എംബാപ്പയുടെ ഫോം ശരിയല്ല, ഓരോ ആൾക്ക് റെസ്റ്റ് വേണം, അഥവാ എക്സാക്ട്ലി ഇപ്പം ടീമിനൊപ്പം ചേരാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല എംബാപ്പ എന്നൊക്കെ പറഞ്ഞ് ഡിഷംസ് വെളിയിരുത്തിയിരുന്നു. അതിന് എംബാപ്പ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു. ഐ വാസ് ഓൾവേസ് റെഡി, എപ്പോൾ വിളിച്ചാലും വരാനായിട്ടുള്ളത്, അല്ല എൻ്റെ തീരുമാനമല്ല വെളിയിലിരിക്കാനെന്നുള്ളത് ആൾ പറയുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം അവർക്കിടയിലുള്ള കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ആയെന്ന് തോന്നും. മാർച്ചിന്റെ ഇന്റർനാഷണൽ ബ്രേക്കിൽ കിലിയൻ എംബാപ്പെ തിരിച്ച് ടീമിൽ വരും. ലാസ്റ്റ് ഇന്റർനാഷണൽ ബ്രേക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അന്യായ ഫോമിലാണ് എംബാപ്പെ ഇപ്പോൾ ഉള്ളത്. ആ വിധത്തിൽ എംബാപ്പെ വന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ബൈൽഡിന്റെ റിപ്പോർട്ടാണ് വരുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വിറ്റ്സിൽ മാഞ്ചസ്റ്റർ സിറ്റി ഇതുവരെ ഗീവ് അപ്പ് ചെയ്തിട്ടില്ല എന്നാണ് ബൈൽഡ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത്. വിറ്റ്സ് പുതിയൊരു കോൺട്രാക്ട് 2027 വരെ തീരേണ്ടത് 2028 വരെ എക്സ്റ്റെൻഡ് ചെയ്ത കാര്യങ്ങളെല്ലാം ഡണ്ണാണെന്ന് കേൾക്കുന്നുണ്ട്. ആ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനിൽ ഓരോ വർഷം പുള്ളിയുടെ സാലറി ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് സീസൺ തൊട്ട് പുള്ളിക്ക് 10 മില്യൺ യൂറോസിന് മേളിൽ പുള്ളിയുടെ സാലറി ഗ്രോസ് വരുമെന്നാണ് കേൾക്കുന്നത്. അതിന് കേൾക്കുന്ന മറ്റൊരു റിപ്പോർട്ട് എന്നാന്ന് വെച്ചാൽ 2026 സമ്മർ വിൻഡോയ്ക്ക് ശേഷം തൊട്ട്, അതായത് 2028 വരെയാണ് കോൺട്രാക്ട് ഉള്ളത്. 2026 തൊട്ട് 125 മില്യൺ യൂറോസിന്റെ ഒരു റിലീസ് ക്ലോസും അതിലുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. വിച്ച് മീൻസ് മിക്കവാറും 2026 വേൾഡ് കപ്പിന് ശേഷം പുള്ളി ലെവർകൂസനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനാണ് പുള്ളിയുടെ പ്ലാൻ എന്നുള്ള രീതിയിൽ വാർത്തകൾ വളരെ സ്ട്രോങ് ആയിരുന്നു. അങ്ങനെ ഒരു റിലീസ് ക്ലോസും വെച്ചിട്ടുണ്ട് 125 മില്യൺ യൂറോസ്. പക്ഷെ കേൾക്കുന്ന മറ്റൊരു വാർത്ത എന്നാന്ന് പറഞ്ഞാൽ, വിറ്റ്സിന് നെക്സ്റ്റ് സമ്മറിൽ ഒരു സീരിയസ് ക്ലബ്ബ് വന്നാൽ പുള്ളിക്ക് നീങ്ങാനായിട്ട് താല്പര്യമുണ്ടെന്നും ലെവർകൂസൻ 150 മില്യൺ യൂറോസിന് മുകളിലോട്ടുള്ള ബിഡുകൾ കൺസിഡർ ചെയ്യുമെന്നും പറഞ്ഞ് വാർത്തകൾ കേൾക്കുന്നുണ്ട്. ബട്ട് ഐഡിയൽ സിനാരിയോ രണ്ടുപേർക്കും 2026 വരെയും കണ്ടിന്യൂ ചെയ്യാനാണെന്ന് കേൾക്കുന്നുണ്ട്. ആൻഡ് മാഞ്ചസ്റ്റർ സിറ്റി അതുപോലെ റയൽ മാഡ്രിഡും ബയൺ മ്യൂണിക്കും താരത്തിൽ സീരിയസ് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ ബയൺ മ്യൂണിക്കിലോട്ട് വിൽക്കാനായിട്ട് ലെവർകൂസിന്റെ യാതൊരു പ്ലാനും ഇല്ല. അവർ പ്രിഫർ ചെയ്യുക സിറ്റിയിലോട്ടോ അല്ലെങ്കിൽ റയൽ മാഡ്രിഡിലോട്ടോ വിൽക്കാനായിട്ടാണ്. സിറ്റി ഈ കേൾക്കുന്ന 150 മില്യൺ മുടക്കാനായിട്ട് റെഡിയാണെന്ന് പറഞ്ഞ് വാർത്തകൾ കേൾക്കുന്നുണ്ട്. റയൽ മാഡ്രിഡിന്റെ കാര്യത്തിൽ എനിക്ക് കൂടുതൽ അറിയത്തില്ല. ബട്ട് മാഞ്ചസ്റ്റർ സിറ്റി സ്റ്റിൽ ഗീവ് അപ്പ് ചെയ്തിട്ടില്ലെന്നും സമ്മറിൽ ഒരു വൺ ലുക്രേറ്റീവ് ഓഫറായിട്ട്, അതായത് ലെവർകൂസനും തള്ളിക്കളയാൻ പറ്റാത്ത, അതുപോലെ തന്നെ വിറ്റ്സിനും റിജക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വമ്പൻ ഓഫറുമായിട്ട് വരുമെന്നാണ് കേൾക്കുന്നത്. കെവിൻ ഡിബ്രൂനയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട്, ഐഡിയൽ റീപ്ലേസ്മെന്റ് ആയിട്ട് അവർ വിറ്റ്സിനെയാണ് കാണുന്നതെന്നാണ് വാർത്തകൾ കേൾക്കുന്നത്. ലെറ്റ്സ് സീ കാര്യം നടക്കുമോ ഇല്ലയോ എന്ന്. എനിക്ക് കൂടുതലും മെജോറിറ്റി ചാൻസും ഇപ്പോഴും 2026 വരെ പുള്ളി ലെവർകൂസന് നിൽക്കാനാണ്. പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളത് പറയാം. പെപ് ഗോർഡിയോള റിയലി ഒബ്സസ്ഡ് ആണ്, ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആണ് വിറ്റ്സിൽ നിന്നാണ് കേൾക്കുന്നത്. മുസിയാല ഏറ്റവും ഓപ്ഷനാണ്. ബട്ട് മുസിയാല ബയൺ മ്യൂണിക് റിന്യൂവൽ ചെയ്യുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ മാച്ച് ബ്രേക്ക് ഡൗൺ പ്രിവ്യൂലോട്ടൊന്ന് കിടക്കാനായിട്ടാണെങ്കിൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോട്ടൻഹാം ഹോട്ട്സ്പർ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. സൺഡേ രാത്രി ഇന്ത്യൻ സമയം 10 മണിക്കാണ് മത്സരം. 13ാം സ്ഥാനത്തും 14ാം സ്ഥാനത്തും കിടക്കുന്ന രണ്ട് ടീമുകളാണ്. സീസൺ സ്റ്റാർട്ടിലൊന്നും രണ്ടുപേരും ആ ഒരു പൊസിഷനിൽ കാണുമെന്നേ ഓർത്തിട്ടില്ല. ടോട്ടൻഹാം ഹോട്ട്സ്പർ 2 ബാക്ക് ടു ബാക്ക് കപ്പ് കോമ്പറ്റീഷന് പുറത്തായിട്ടാണ് ഈ ഒരു മത്സരത്തിലോട്ട് വരുന്നത്. 1-0 അഡ്വാൻറ്റേജുമായിട്ട് ആൻഫീൽഡിൽ ചെന്നു, 4-0 തോറ്റു. ആൻഡ് ലാസ്റ്റ് കറബോ കപ്പ് സെമി ഫൈനലിലോട്ടെ. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണ് FA കപ്പിൽ നിന്നും 2-1 ആസ്റ്റൺ വില്ലയോട് തോറ്റും പുറത്തായി. പോസ്റ്റോകോഗ്ലുവിന് റിയലിസ്റ്റിക്കലി പോസിബിൾ ആയ ഒരേ ഒരു ട്രോഫി ഇനിയും യൂറോപ്പ ലീഗാണ്. പുള്ളി പറയുകയും ചെയ്തിരുന്നു ഇനി അതിനുവേണ്ടി നോക്കൂ എന്നുള്ള കാര്യം. ആൻഡ് പ്രീമിയർ ലീഗിൽ നമ്മൾ നോക്കാനായിട്ടാണ് രണ്ട് ടീം എന്തായാലും റെലഗേഷൻ സോണിലോട്ടൊന്നും പോകുന്നില്ല. റെലഗേഷൻ ോട്ട് പോവോ ഇവർ രണ്ടുപേരും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ മാസമൊക്കെ അവരുടെ ഫാൻസ് ചോദിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ടുപേരും പതുക്കെ അതിൽ നിന്നൊക്കെ കയറി. എന്തായാലും ടോട്ടൻഹാം 14ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 13ാം സ്ഥാനത്തുമാണ്. രണ്ട് ടീമിൻ്റെയും ഫോം മോശമാണ്. ലീഗിൽ നോക്കാനായിട്ടാണെങ്കിൽ ലാസ്റ്റ് മാച്ചിൽ കാണുന്നുണ്ട് നമ്മൾ ക്രിസ്റ്റൽ പാലസിനോട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു. പക്ഷേ റൂബൻ അമോറിം വന്നതിന് ശേഷം ബിഗ് ടീംസിനായിട്ടൊക്കെ പണി കൊടുത്തിട്ടുണ്ട്. ലിവർപൂളിനോട്ടും ആർസണലിനും സിറ്റിക്കട്ടും
യുണൈറ്റഡ് പണി കൊടുത്തിരുന്നു. പക്ഷേ ചെറിയ ടീമുകൾക്ക് അഗൈൻസ്റ്റ് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്റ്റൽ പാലസിനോട് 2-0 തോൽവി. അവന് ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ബാക്ക് ടു ബാക്ക് ഗെയിംസ് കോമ്പറ്റീഷൻസിൽ നിന്ന് ഔട്ടായിട്ട് വരുന്നു. സോ രണ്ട് ടീമിൻ്റെയും ഫോം ഇഷ്യൂ ആണ്. ടോട്ടൻഹാം ഹോട്ട്സ്പറിന് 85ഓളം ഗോൾസ് ടോട്ടൻഹാമിൻ്റെ 24 മാച്ചസ് ഈ സീസൺ ഉണ്ടായിട്ടുണ്ട്. സോ എപ്പോഴും ഒരു ബ്ലോക്ക് ബസ്റ്റർ മാച്ച് ടോട്ടൻഹാം, അതായത് ഗോൾസ് ആണ് ടോട്ടൻഹാം മാച്ചിൽ. ടോട്ടൻഹാമിൻ്റെ ഇഞ്ചറി ഇഷ്യൂസ് ആണ് ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. അവർ നോക്കാനായിട്ടാണെങ്കിൽ വാൻഡവേൻ ഇല്ല, റൊമേറോ ഇല്ല, ഡ്രാഗൂസിൻ ഇല്ല, സൊലാങ്കി ഇല്ല, മാഡിസൺ ഇഷ്യൂ ഉണ്ട്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവരുടെ ഫുൾ ബാക്സിന് പോറോയ്ക്കും ഉഡോഗിക്കും ഇഷ്യൂ ഉണ്ട്. സോ ഓവറോൾ സീസണിലെ തന്നെ സൊലാങ്കി അവരുടെ മെയിൻ സ്ട്രൈക്കർ, അതുപോലെ ബ്രനൻ ജോൺസൺ, ഇവരെല്ലാവരും വേർണറിന് ഇപ്പോൾ ഇഷ്യൂ ഉണ്ട്. സോ ഓവറോൾ നോക്കാനായിട്ടാണെങ്കിൽ മൊത്തം ടീമിൽ ഇഞ്ചറി ഇഷ്യൂസ് ആണ്. അത് ശരിക്കും ആ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സിമ്പതി ഉണ്ട്. പക്ഷേ എന്നാലും മറ്റ് അവൈലബിൾ, ഈവൻ ഇഫ് അവർ അവൈലബിൾ ആയിരുന്നപ്പോഴും ടോട്ടനാന്ന് നമ്മൾ കണ്ടു ഇഷ്ടംപോലെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നത്. സോ ടെല്ലിലും മറ്റുമൊക്കെ പ്രതീക്ഷ വെച്ചായിരിക്കും ഈ ടീമിൽ ഇറങ്ങുക. കിൻസ്കി പോലത്തെ ഒരു വിക്കാരി ഔട്ടാണ്, അതെടുത്ത് കിൻസ്കി എന്ന് പറയുന്ന യങ്സ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. സോ ടോട്ടൻഹാം ഹോട്ട്സ്പറിന് ധാരാളം ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട്. സോ അത് തന്നെ ആയിരിക്കും യുണൈറ്റഡ് ഈ മാച്ചിലോട്ട് വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ഔട്ടായിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് 8 months ഔട്ടാന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേസൺ മൗണ്ട് ഇല്ല, ലൂക്ക് ഷോ ഇല്ല, സോ ജോണി എവൻസ് ഇല്ല. പക്ഷേ എന്നാലും ഇഞ്ചറിയുടെ ലിസ്റ്റ് നോക്കുമ്പോഴേക്കും ടോട്ടൻഹാം ഹോട്ട്സ്പറിന് വൻ ഇഷ്യൂ ആണ്. സോ യുണൈറ്റഡ് അവൈലബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് വെച്ച് ഐ തിങ്ക് ദേ ഷുഡ് ഗ്രൈൻഡ് എ വിക്ടറി അല്ലേ. സോ എന്തായാലും ടോട്ടൻഹാമിൻ്റെ ഒരു 1-1 വീക്കർ ടീമിനായിരിക്കും അവർ ഇറക്കുക. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോട്ടൻഹാം ഹോട്ട്സ്പർ സ്റ്റേഡിയത്തിൽ ചെന്ന് ഒരു വിക്ടറി എടുത്തുകൊണ്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിത്ത് അവൈലബിൾ പ്ലേയേഴ്സ് യുണൈറ്റഡ് ഹൗസ്. സോ നമ്മൾ നോക്കാനായിട്ടാണ് പാട്രിക് ഡോർഗുവിന് കഴിഞ്ഞ കളി റൈറ്റ് വിംഗ് ബാക്ക് റോളിലാണ് ഇട്ടത്. ഈ മാച്ചിലോട്ട് വരുമ്പോൾ ലെഫ്റ്റ് വിംഗ് ബാക്കിലോട്ട് വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡാലോട്ട് തിരിച്ചാളുന്ന നാച്ചുറൽ റോളിലോട്ട് വരുമോ, ആൻഡ് ബാക്ക് 3 എങ്ങനെയായിരിക്കും? ഐ തിങ്ക് മഗ്വയർ, ഡിലൈറ്റ്, യോറോ ബാക്ക് 3 ആവാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. അല്ലെങ്കിൽ മസ്റായി ഇൻസ്റ്റെഡ് ഓഫ് യോറോ ആവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് 3 അമാദ് ഗർണാച്ചോ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹോയിലിൻ്റെ ആയിരിക്കും സിർസ്കേക്കോ അതോ കോബി മൈനോനെ വെച്ചാൽ ഫോൾസ് 9 റോൾ വെച്ച് കണ്ടിന്യൂയോ? എനിക്ക് തോന്നുന്നു മിക്കവാറും സിർസ്കയോ ഹോയിലിൻ്റെ തിരിച്ച് സ്റ്റാർട്ടിംഗ് ലൈനപ്പിലോട്ട് വരുമായിരിക്കും. ഡെഫിനറ്റ്ലി ബ്രൂണോ ഫെർണാണ്ടസ്, ഉഗാർട്ടെ എന്നിവരുടെ പ്രസൻസ് മിഡ്ഫീൽഡിൽ കാണും. സോ കോളിയർ അറ്റ് അനദർ പ്ലെയർ ഹു ഈസ് റിയലി ഇംപ്രസീവ്. സോ യുണൈറ്റഡ് കമ്പയർഡ് ടു ടോട്ടൻഹാം കുറച്ചുകൂടെ ബെറ്റർ പൊസിഷനിലാണ് സ്ക്വാഡ് വൈസ് നോക്കാനായിട്ടാണ്. പക്ഷേ യുണൈറ്റഡിൻ്റെ കുഴപ്പം അപ്പുറത്ത് ടോട്ടൻഹാം ഈവൻ ഇഫ് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരെങ്ങനെയൊക്കെ ഗോൾ കണ്ടെത്തുന്നുണ്ട്, ഗോളുകൾ അതുപോലെ കൺസീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ യുണൈറ്റഡിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവർക്ക് ഗോളുകൾ സ്കോർ ഫൈനൽ തേർഡിൽ എത്തിയിട്ടുള്ള അവരുടെ പെർഫോമൻസ് റിയലി പറയുകയാണ്. അവർ കുറച്ച് ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ലെസ്റ്റർ സിറ്റി മാച്ചിലാണ് നമ്മൾ കണ്ടു, അവർ കോൺട്രവേഴ്ഷ്യൽ ഗോളിലാണ് ഓഫ് സൈഡ് ഗോൾ ഹാരി മഗ്വയറിൻ്റെ സിറ്റുവേഷൻ പുറകെ പോയതിനു ശേഷം 2-1 ഒരു കംബാക്ക് നടത്തി അടുത്ത റൗണ്ടിലോട്ട് കടന്നിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഈ മത്സരത്തിലോട്ട് വരുമ്പം ഐ ലീനിങ് മോർ ടുവേർഡ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബിക്കോസ് സ്ക്വാഡിൻ്റെ സ്ട്രെങ്ത് വെച്ച്. പക്ഷേ നമുക്കറിയാം രണ്ട് ടീമിനും ഇഷ്യൂസ് ഉണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നല്ല ഇഷ്യൂസ് ഉണ്ട്, ടോട്ടൻഹാമിനും നല്ല ഇഷ്യൂസ് ഉണ്ട്. സോ രണ്ടുപേരും നമുക്ക് എന്നാ പറയുക, ഈ സീസണിൽ 2 അണ്ടർ പെർഫോം ചെയ്യുന്ന 2 ടീമുകൾ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ചെൽസി വിൽ ബി ടേക്കിംഗ് ഓൺ ബ്രൈറ്റൺ. ഇന്ത്യൻ സമയം നാളെ വെളുപ്പിന് 1:30, അതായത് സാറ്റർഡേ വെളുപ്പിന് 1:30 ഈ മത്സരം നടക്കുക. ഏറ്റവും അതൊരു എക്സൈറ്റിംഗ് മാച്ച് ആയിരിക്കും. ഐ തിങ്ക് ചെൽസി മോശം ഫോമിലാണ്. ലാസ്റ്റ് 8 ലീഗ് മാച്ചസിൽ അവർക്ക് 2-2 വിജയമേ അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ. സോ അത് റിയലി വറിയിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ചെൽസി വേഴ്സസ് ബ്രൈറ്റൺ മാച്ച് ആയിരുന്നു FA കപ്പിൽ. ബ്രൈറ്റൺ 2-1 റൂട്ടറിൻ്റെയും അതുപോലെ തന്നെ മിറ്റോമയുടെയും ഗോളിൽ ചെൽസിനെ തോപ്പിക്കുകയായിരുന്നു. സോ ചെൽസിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആണ് ചെൽസി. ഒരു സമയത്ത് ലിവർപൂളുമായിട്ട് 3 പോയിന്റ്സ് ഗ്യാപ്പിൽ നിന്നും, അതായത് ടോപ്പ് ചെയ്യുന്ന ലിവർപൂളുമായിട്ട് 3 പോയിന്റ്സ് ഗ്യാപ്പിൽ നിന്ന് ടൈറ്റിൽ റേസിലുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചെടുത്തു. ഇപ്പം ലിവർപൂളുമായിട്ട് 14 പോയിന്റ് ഗ്യാപ്പായിട്ടുണ്ട്. സോ നിങ്ങൾ പോയിന്റ്സ് ടേബിൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ചെൽസി ഇപ്പം ടോപ്പ് 4 പക്ഷേ എന്നാലും ചെൽസിയുടെ തൊട്ടു പറയുക സിറ്റി, ന്യൂകാസിൽ, ബോൺമുത്ത് എല്ലാം തൊട്ടു പറയുക, ഈവൻ ആസ്റ്റൺ വില്ല ഉൾപ്പെടെ തൊട്ടു പറയാൻ നിൽപ്പുണ്ട്. സോ ചെൽസിക്ക് പോയിന്റ്സ് ലൂസ് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രൈറ്റണും വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ബ്രൈറ്റൺ ഒരു സമയത്ത് ടോപ്പ് 4 റേസിൽ ഉണ്ടായിടത്തുനിന്ന് ഇപ്പം 10ാം സ്ഥാനത്തോട്ട് പോയിട്ടുണ്ട്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പുള്ളിയുടെ സെബാസ്റ്റ്യൻ ഹസ്ലറിൻ്റെ സൈഡിലോട്ട് വരുമ്പോഴേക്കും കുറച്ച് ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 7-0 തോപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു ലീഗ് മാച്ചിൽ. അതിനുശേഷമാണ് അവർ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ചെൽസിനെ 2-1 തോപ്പിക്കുന്നത്. സോ ഒരു പടി പോലെ കയറ്റമിറക്കം പൊക്കോണ്ടിരിക്കുകയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ. ബ്രൈറ്റണിലും ധാരാളം ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. സോ രണ്ട് ടീമിനും ഡിഫെൻസീവ്ലി ഇഷ്യൂസ് ഉണ്ട്. ചെൽസി നമുക്കറിയാം അവരുടെ ഫൊഫാനയുടെ ഇഞ്ചുറി, കോൾവിലിൻ്റെ ഇഞ്ചുറി എല്ലാം അവർക്ക് ബാക്ക് ഫെയർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ അപ്പ് ഫ്രണ്ട് ചാൻസുകൾ കൺവേർട്ട് ചെയ്യാത്തതും ചെൽസിക്ക് ഒരു ഇഷ്യൂ ആണ്. ഇപ്പം മരസ്ക കഴിഞ്ഞ ദിവസം വന്ന് പറയുകയുണ്ടായി ഞങ്ങളുടെ പ്ലാൻ 2 വർഷം കൊണ്ട് തിരിച്ച് ചാമ്പ്യൻസ് ലീഗിലോട്ട് എത്താനായിട്ടാണ്, സ്പോട്ടിലോട്ട് എത്താനാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടാത്തൊരു സൈഡാണ് ചെൽസി. സോ അങ്ങനെയൊക്കെ വന്നൊരു കോച്ച് പറയരുത് ഇങ്ങനത്തെ ഒരു ബിഗ് മാച്ചസിന് മുമ്പ്. സോ അത് പ്ലാൻ ആയിരിക്കാം, എന്തോ ആയിരിക്കാം, ബട്ട് ഞങ്ങൾ ടോപ്പ് 4 കാണും, ഞങ്ങൾ പുഷ് ചെയ്യും, ആ ഒരു കോൺഫിഡൻസ് കൊടുക്കുക. ഐ തിങ്ക് ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്ന അതാണ്. ചെൽസി ഫാൻസ് ഈ സീസൺ സ്റ്റാർട്ടിൽ ടോപ്പ് 4
അവർ എക്സ്പെക്ട് ചെയ്തിരുന്നു ആ ഒരു സ്ക്വാഡ് വെച്ച്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അണ്ടർ പെർഫോമിംഗ് പ്ലേയേഴ്സ് ചെൽസിയിലുണ്ട്, ധാരാളം ഉണ്ട്. ഇപ്പോൾ ഗോൾസ് അപ്പ് ഫ്രണ്ട് സ്കോർ ചെയ്യാത്തൊരു ഇഷ്യൂ ആണ്. ജെയ്ഡൻ സാഞ്ചോയുടെ ഫോമിൽ ഇഷ്യൂ ആണ്. ഇപ്പം കോൾ പാൾമർ അല്ലാതെ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ടീമിൽ ഗോൾ സ്കോർ ചെയ്യാൻ ഒരു പ്ലെയർ ഇല്ല. നിക്കോളാസ് ജാക്സൺ സിറ്റർ ആ സീസൺ സ്റ്റാർട്ട് ഒരു പ്രതീക്ഷയാണെങ്കിലും സിറ്റർ മിസ്സുകൾ നടത്തിക്കൊണ്ടിരുന്നത്. നിക്കോളാസ് ജാക്സൺ ഇഞ്ചറി കാരണം ഔട്ടാണ്. നിക്കോളാസ് ജാക്സൺ മിക്കവാറും ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ഇനി തിരിച്ചു വരത്തുള്ളെന്ന് റിപ്പോർട്ടുകളുണ്ട്. സോ അതുപോലെ തന്നെ ജെയ്ഡൻ സാഞ്ചോ ഗോൾസ് സ്കോർ ചെയ്യുന്നില്ല. ഈവൻ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വളരെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന പല പ്ലേയേഴ്സ്, ഇപ്പം മാഡ്വേക്കയുടെ ഫോമിൽ ഇഷ്യൂസ് ഉണ്ട്, പെട്രോനെറ്റയുടെ ഫോമിൽ ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് എവിടെ നിന്ന് ഗോൾ വരുന്നു? ഒള്ളി പാൾമർ ഇസ് ദ ഒള്ളി സോഴ്സ് എന്നുള്ള രീതിയിലോട്ട് ചെൽസി മാറുന്നുണ്ട്. അത് ചെൽസിക്ക് ഒരു തലവേദനയാവുന്ന സിറ്റുവേഷൻ തന്നെയാണ്. അതുപോലെ തന്നെയാണ് പ്രോബബ്ലി അവരുടെ ഫുൾ ബാക്ക് സീസൺ സ്റ്റാർട്ടിലെ ഫോം അവർ ഫുൾ ബാക്സ് മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു ഇഷ്യൂ ഉണ്ട്. ആൻഡ് ഡിഫൻസീവ്ലി ധാരാളം വറിയിങ് ആണ്. ഇപ്പോൾ കോൾവിൽ ഫൊഫാന സെന്റർ ബാക്ക് ഡ്യൂ ആയിരുന്നപ്പോൾ അത്ര ഇഷ്യൂ ഇല്ലായിരുന്നു. ബട്ട് അവിടുന്ന് ഒരു ചേഞ്ച് വരുത്തേണ്ട വന്നപ്പോൾ ചെൽസിയുടെ ഡിഫൻസ് കൂടുതൽ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ സാഞ്ചസിന്റെ ഫോം റിയലി വറിയിങ് ആണ്. സോ ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഇറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ചെൽസിക്ക് മസ്റ്റ് 3 points ആണ്. അപ്പോൾ അത് ബ്രൈറ്റനും വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നില്ല. ചെൽസിക്ക് ആ ടോപ്പ് 4 നിൽക്കണമെങ്കിലും ദേ ക്യാനോട്ട് ലൂസ് പോയിന്റ്സ്. അപ്പുറത്ത് ന്യൂകാസലും മാൻ സിറ്റിയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. സോ ഡെഫിനറ്റ്ലി അവിടെ ഏതെങ്കിലും ഒരു ടീം പോയിന്റ് ഡ്രോപ്പ് ചെയ്യും. സോ പ്രിഫറബിളി ഒരു ഡ്രോ ആയിരിക്കും ചെൽസി ആ മാച്ചിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അഥവാ അവർക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് അതായിരിക്കും. സോ അവിടെ നിന്ന് നമ്മൾ നേരെ ബുണ്ടസ് ലീഗയിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ബുണ്ടസ് ലീഗയിൽ ലെവർകൂസൻ വേഴ്സസ് ബയൺ മ്യൂണിക്ക് ഒരു കിടിലൻ മത്സരം നാളെ രാത്രി 11 മണിക്ക് നടക്കുന്നുണ്ട്. സോ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കും. ഇപ്പം ലീഗ് ടേബിൾ നിങ്ങൾ നോക്കാനായിട്ടാണെങ്കിൽ 8 points ഗ്യാപ്പാണ് ഇവർക്കിടയിലുള്ളത്. സോ റൈറ്റ് നൗ ബയൺ മ്യൂണിക് കംഫർട്ടബിൾ സോണിലാണ് ടൈറ്റിൽ അടിക്കാനായിട്ടുള്ള. ഹാരി കെയിന്റെ ഫസ്റ്റ് ടൈറ്റിലിനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് ബുണ്ടസ് ലീഗയിൽ. പക്ഷെ നാളെ ഒരു തോൽവി ആയാൽ 5 point ഗ്യാപ്പ് ആവും ലെവർകൂസനും ബയൺ മ്യൂണിക്കും തമ്മിൽ. സ്റ്റിൽ ബയൺ മ്യൂണിക്ക് 5 point ഗ്യാപ്പ് ഉണ്ട്. ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ അല്ലേ. സോ ബയൺ മ്യൂണിക്കിന് നാളത്തെ മാച്ച് വിജയിക്കേണ്ടത് മസ്റ്റാണ്. ആൻഡ് ബയൺ മ്യൂണിക്കിന്റെ ഡിഫെൻസീവിലുള്ള പെർഫോമൻസ് റിയലി വറിയിങ് ആണ്. സെൽറ്റിക്കിന് അഗേൻസ്റ്റ് ഒരു ഹൈ ഇന്റൻസ് മാച്ച് കളിച്ചിട്ട് തന്നെയാണ് ബയൺ വരുന്നത്. സോ കുറച്ചുകൂടെ ഫ്രഷർ സ്ക്വാഡ് ഡെഫിനറ്റ്ലി ലെവർകൂസന്റെ ആയിരിക്കും. ആൻഡ് ബയൺ മ്യൂണിക്കിന്റെ ഡിഫെൻസീവിലുള്ള പെർഫോമൻസ് ലാസ്റ്റ് ലീഗ് ഗെയിമിൽ 4-0 ലീഡ് എടുത്തു 4-3 ആയി. സെൽറ്റിക്കിന് അഗേൻസ്റ്റ് ആ കളി കണ്ടവർക്കറിയാം സെൽറ്റിക് അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോയിലും ഡിസർവ് ചെയ്തൊരു മത്സരമായിരുന്നു. അമ്മാതിരി ചാൻസുകൾ സെൽറ്റിക്ക് ക്രിയേറ്റ് ചെയ്തിരുന്നു. സോ ഡിഫെൻസീവ്ലി ദർ ആർ ഇഷ്യൂസ് ഇൻ ബയൺ മ്യൂണിക്. സോ അത് ലെവർകൂസൻ ക്യാപിറ്റലൈസ് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലെവർകൂസൻ ലാസ്റ്റ് ഫ്യൂ ലീഗ് മാച്ചസിൽ കുറച്ച് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരുന്നു. ഒരു നല്ലൊരു റണ്ണിന് പോയതിനു ശേഷം അതും ലെവർകൂസന് എസ്പെഷ്യലി അത്ലറ്റിക്കോ മാഡ്രിഡ് ലോസിന് ശേഷം എനിക്ക് തോന്നുന്നു വന്ന 2 ലീഗ് മാച്ചസിൽ അവർ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തായിരുന്നു തോന്നുന്നു. ഏതൊരു ലീഗ് മാച്ചിൽ അവർ അതിന് ശേഷം ഡ്രോ ഒക്കെ വഴങ്ങി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരുന്നു. സോ 4 point ഗ്യാപ്പിലായിരുന്നു കിടന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് മാച്ചിന് മുമ്പ് വരെ. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു 8 point ഗ്യാപ്പ് ആയത്. സോ ലെവർകൂസൻ സ്റ്റെപ്പ് ചെയ്യും. ഒരു എക്സ്ട്രാ റെസ്റ്റ് അവർക്ക് ഗുണമാവാനായിട്ടുള്ള സാധ്യതയും ലെവർകൂസനുണ്ട്. സോ ഈ മാച്ചിലോട്ട് വരുമ്പോൾ പ്രതീക്ഷ. അതുപോലെ സിരിയയിൽ ലാസിയോ വേഴ്സസ് നാപ്പോളി മാച്ച് ഉണ്ട്. 1st ഉം 4th ഉം കിടക്കുന്ന സൈഡാണ്. സോ നാപ്പോളിയും ഇന്ററും തമ്മിൽ 1 point ഗ്യാപ്പേ ഉള്ളൂ. സോ ഡെഫിനറ്റ്ലി നാപ്പോളിക്ക് ഈ മാച്ച് വിജയിച്ചേ പറ്റൂ ഇന്ററിന് മേലുള്ള പ്രഷർ ചെയ്യാനായിട്ട്. ലാസ്റ്റ് വീക്കിൽ അവർ 1-1 ഡ്രോ വഴങ്ങിയിരുന്നു. സോ പാർമയ്ക്ക് അഗേൻസ്റ്റ് ആയിരുന്നു തോന്നുന്നു 1-1 ഡ്രോ ആയിരുന്നു. സോ ആ ഒരു മാച്ചിൽ 2 points ഡ്രോപ്പ് ചെയ്തിരുന്നു. അപ്പുറത്ത് ഇന്റർ മിലാൻ ഫിയോറന്റീനയോട് ഇതിന് മുമ്പത്തെ ആഴ്ച തോറ്റെങ്കിലും ലാസ്റ്റ് വീക്കിൽ ഫിയോറന്റീനയോട് 2-1 അതായത് ഈ ആഴ്ച ഫിയോറന്റീനയോട് മൺഡേ ആയിരുന്നു മത്സരം. 2-1 ജയിച്ച് തിരിച്ച് പോയിന്റ്സ് ഗ്യാപ്പ് 1 ആക്കി ചുരുക്കി നാപ്പോളിയുടെ ആ ഡ്രോയും അവർക്ക് വിനയായി. സോ ഇതൊക്കെയാണ് ഈ ആഴ്ച നടക്കുന്ന ബിഗസ്റ്റ് ഫിക്സ്റ്റേഴ്സുകൾ. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചുകളാണ്. നിങ്ങൾ എന്താണ് എക്സൈറ്റിംഗ്ലി നോക്കി നിൽക്കുന്നത് പറയാം. അതുപോലെ തന്നെ എന്താണ് വിച്ചിന്റെ കാര്യത്തിൽ തോന്നുന്നതെന്ന് പറയാം. റയൽ മാഡ്രിഡോ അതുപോലെ തന്നെ മാൻ സിറ്റിയോ ഡീൽ പുള്ള് ചെയ്യോ അതോ 2026 വരെ വിച്ച് അവിടെ നിൽക്കുമോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് പറയാം. സോ ധാരാളം ന്യൂസുകൾ ഇതുപോലെയൊക്കെ വരുന്നുണ്ട്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീക്കുണ്ട്. റയൽ മാഡ്രിഡ് ബാർസലോണ മാച്ചുകളൊക്കെ വരുന്നുണ്ട്. റയൽ മാഡ്രിഡിന്റെ നാളെയാണ് ബാർസലോണയ്ക്ക് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച വെളുപ്പിന് 1:30 ബാർസലോണ മാച്ച് വലക്കാനൊക്കെ അഗേൻസ്റ്റ് വരുന്നത്. അതേസമയത്ത് റയൽ മാഡ്രിഡിന് നാളെ 8:45 ഇന്ത്യൻ സമയം വരുന്നത്. സോ എക്സൈറ്റിംഗ് ആയ കുറേ മാച്ചുകളാണ്. നമുക്ക് പറ്റുവാണെങ്കിൽ ഇന്ന് രാത്രി അതായത് ടെക്നിക്കലി നാളെ വെളുപ്പിനത്തെ ചെൽസി വേഴ്സസ് ബ്രൈറ്റൺ മാച്ച് വാച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാളെ നൈറ്റ് ഒന്നെങ്കിൽ ലെവർകൂസൻ ബയൺ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാച്ച് റയൽ മാഡ്രിഡിന്റെ മാച്ചോ എല്ലാം വാച്ച് ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ട് ടൈം കിട്ടുന്ന അനുസരിച്ച്. എന്നാലും നാളെ ചെൽസി ബ്രൈറ്റൺ മാച്ച് നമ്മൾ മോർണിംഗ് വാച്ച് കാണും. എല്ലാവരും പറ്റുന്നവരെല്ലാം ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.